എല്ലാവർക്കും ടെക് മീഡിയ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഞാൻ അനൂപ് കുമാർ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പലർക്കും ഫോണിലൊക്കെ നമുക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു മെയിൽ ഐ ഡി ഗൂഗിളിൽ സൈൻ ഇൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അവരുടെ പി സിയിൽ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിലൊക്കെ എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് അവർക്കൊരു ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നതാണ്. അപ്പം ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അധികം താമസിക്കുന്നതിന് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഗൈസ്, അതിനുവേണ്ടി നമുക്ക് ആദ്യം ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അവിടെ നമ്മൾ സെർച്ച് ടാബിൽ ഗൂഗിൾ സൈനപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ ഓൾറെഡി അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ബൈ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. അപ്പം ഇവിടെ തൊട്ട് ബാക്കിയെല്ലാം നമ്മൾ മൊബൈലിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫുൾ നെയിം കൊടുക്കേണ്ടതാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് നെയിം, അതായത് ഇപ്പം എൻ്റെ ആണെങ്കിൽ അനൂപ് കുമാർ. അപ്പോൾ ആദ്യം അനൂപ് പിന്നെ കുമാർ അങ്ങനെ കൊടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് യൂസർ നെയിം, അതായത് നിങ്ങൾക്ക് ആരുടെ പേരിലാണോ മെയിൽ ഐ ഡി ഏതാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ അതിവിടെ എഴുതുക. പിന്നെ നിങ്ങൾക്കത് കൺഫേം ചെയ്യാൻ ഉണ്ട്. പിന്നെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കാം. അത് നിങ്ങൾക്ക് പാസ്വേഡ് ഇവിടെ കൺഫേം ചെയ്യേണ്ടതാണ്. അത് അപ്പോൾ ഇറേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അവരത് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് അപ്പം തന്നെ തിരുത്താം. പിന്നെ ഗൈസ്, ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഞാനവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പം ഞാൻ യൂസർ നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെയിൽ ഐ ഡി. അപ്പം നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ അവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം റിക്കവറി മെയിൽ ചോദിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു പക്ഷേ ഈ മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡോ എപ്പോഴെങ്കിലും ഒന്ന് മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി അടിച്ച് കൊടുത്താൽ പോലും നിങ്ങൾക്ക് ഈ മെയിൽ ഐ ഡി നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മെയിൽ ഐ ഡി ഓപ്ഷനാണ് ഇവിടെ. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. മന്ത് കൊടുക്കുക, ഡേ കൊടുക്കുക, ഇയർ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ. അതിനുശേഷം പിന്നെ ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാനിവിടെ നെക്സ്റ്റ് ക്ലിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വന്നത്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇവരിപ്പോൾ ചോദിച്ചേക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്കിപ്പ് അടിച്ച് കളയാം. പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് വെരിഫൈ ചെയ്യേണ്ടത് വരും. അപ്പം വെരിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മൊബൈൽ നമ്പർ നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ആ നമ്പറിൽ ഉണ്ട് സെൻഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഈ നമ്പറിലുള്ള മൊബൈലിലേക്ക് നിങ്ങൾക്കൊരു 6 ഡിജിറ്റ് OTP വരും. ഏതെങ്കിലും നമ്പേഴ്സൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ആ നമ്പർ നിങ്ങൾ അടുത്ത അവർ പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ വെരിഫൈ ആയിരിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കുറച്ചുകൂടെ സെക്യൂർ ആകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ ഇപ്പം അത് വേണ്ട എന്നുണ്ടെങ്കിൽ നോട്ട് നൗ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് നോട്ട് നൗ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇത് ആരോട് നോക്കിക്കഴിഞ്ഞ് ഐ അഗ്രി കൊടുക്കുക. ഇതൊക്കെ കൊടുത്താലേ നമുക്ക് പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിലാണ് ഗൈസ് ഗൂഗിൾ അക്കൗണ്ട് റെഡി ആയി കഴിഞ്ഞത്. കണ്ടില്ല, ഒന്നും നമ്മൾ അറിഞ്ഞില്ല, വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനി നിങ്ങൾക്ക് പ്രൊഫൈലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിവിടെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് ലെറ്റർ അദ്രിജ എന്ന് കൊടുത്തുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ലെറ്റർ A, അതുകൊണ്ട് അത് ഇവിടെ വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം പ്രൊഫൈൽ വല്ലതും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ അഥവാ നിങ്ങളുടെ PC എവിടെയാണോ നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ കിടക്കുന്നത് അത് ഓപ്പൺ ആവുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം
ഇതിലേതെങ്കിലും ഒരു പിക്ചേഴ്സ് ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ നോക്കാം. അതിന് പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ സെക്കൻഡ് ആണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ മാറ്റാവുന്നതാണ്. അപ്പം നിങ്ങളാണ് പേര് വന്നിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ മെയിലാണ് ഫീമെയിൽ, പാസ്വേഡ്, പിന്നെ അങ്ങനെ പല ഓപ്ഷൻസ്, മൊബൈൽ നമ്പർ, പിന്നെ ഇതാണ് ഇപ്പോൾ ഞാൻ കൊടുത്ത ഒറിജിനൽ മെയിൽ ഐ ഡി, പിന്നെ റിക്കവറി മെയിൽ ഐ ഡി ഉണ്ട്. അപ്പം എന്ത് വേണേലും കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും തെറ്റ് വല്ലതും വരുത്തുന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വല്ല നിങ്ങൾ ടൈപ്പ് ചെയ്തിപ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാറ്റാവുന്നതാണ്. സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പേജ് വല്ല മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്താണോ മാറ്റേണ്ടത് അതിവിടെ 2 കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ എനിക്കെല്ലാം കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും മാറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയാണ് PC ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വളരെ എളുപ്പത്തിലാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതുകൂട്ടുള്ള നല്ല നല്ല വീഡിയോസ് എന്നും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുക. അതിനുവേണ്ടി തീർച്ചയായും താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരത്തേക്കും ബൈ.